ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെൽമെറ്റ് മോഡിഫിക്കേഷനാണ്. നമ്മളെ പഴയൊരു ഹെൽമെറ്റ് ഉണ്ട്, അത് മോഡിഫൈ ചെയ്തൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ ഇത് നിങ്ങളെ വീട്ടിലൊക്കെയുള്ള പഴയ ഹെൽമെറ്റ് എങ്ങനെ ഇതുപോലെ യൂസ്ഫുള്ളായിട്ട് റീസ്റ്റോർ ചെയ്യാം, രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് നമ്മൾ വീഡിയോ നോക്കുന്നത്. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പഴയ ഹെൽമെറ്റാണ്. ഞാൻ ഒരു 2 കൊല്ലം മുമ്പ് 600 രൂപയ്ക്ക് മേടിച്ച ഒരു ഹെൽമെറ്റാണ്. സ്റ്റഡ്സിൻ്റെ ഹെൽമെറ്റാണ്. ഇതിൻ്റെ സിമ്പലും കാര്യങ്ങളും ISI മുദ്ര ഒന്നുമില്ല. അതായാലും ഒരു 2 വർഷത്തോളം ഞാൻ ഉപയോഗിച്ചു. ഇതിനൊരുപാട് കംപ്ലൈൻറ്റുകൾ കുടുങ്ങി. പെയിൻറ്റും മറ്റും പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാം. സ്പ്രേ പെയിൻറ്റൊക്കെ ഉപയോഗിച്ച് ഒന്ന് കളർഫുള്ളാക്കി എടുത്താലോ. നമ്മൾ ഹെൽമെറ്റ് ഒന്ന് മോഡിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു സാൻഡ് പേപ്പറാണ്. നല്ല സൂപ്പറായിട്ട് മിനുസപ്പെടുത്തുന്ന സാൻഡ് പേപ്പറാണ്. അതോടൊപ്പം തന്നെ ഒരു കത്രിക എടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പാത്രം. നമ്മൾ സ്പ്രേ പെയിൻ്റ് അടിക്കുമ്പോൾ ഇവിടെ കവർ ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ്. നമുക്കിന്ന് വീഡിയോ കൊണ്ട് വെക്കാം. നമ്മൾ സാൻഡ് പേപ്പറിൻ്റെ ചെറിയൊരു പീസ് എടുക്കുന്നുണ്ട്. ഇത്ര പോകുന്നൊരു പീസാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഹെൽമെറ്റ് ഇതുപോലെ നമ്മളിതിൻ്റെ പേപ്പർ ഇടുന്ന വർക്കൊക്കെ കഴിഞ്ഞു. സാൻഡ് പേപ്പർ ഇടുന്ന വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി ഇത് സ്പ്രേ ചെയ്യണം. സ്പ്രേ ചെയ്യാനുള്ള ഘടകങ്ങളൊക്കെ ഒന്ന് കുടുക്കി കൊടുക്കാം. നമ്മളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ഇതിൻ്റെ അകത്തേക്ക് ആകാതെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് നമ്മൾ തല വയ്ക്കുന്ന ഭാഗത്തേക്ക് ആകാതെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി സ്പ്രേ ഉപയോഗിച്ച് നോക്കാം. നമ്മൾ ഈ സ്പ്രേ ഉപയോഗിക്കുമ്പോൾ നന്നായി ഷേക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇത് മുഴുവനായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് സ്റ്റക്കായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് സ്പ്രേ ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലായിട്ടുണ്ട്. പൂർണ്ണമായിട്ട് ഒരു പുതിയ ഹെൽമെറ്റിനെ പോലെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കിനി ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഈ ബാക്ക് ഭാഗങ്ങൾ ചെറുതായിട്ടും ഫ്രൈ ചെയ്തെടുക്കാണ്ട്. പൂർണ്ണമായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങി സെറ്റ് ആകുന്നുണ്ട്. നമുക്കൊന്ന് ഉണക്കാൻ വെക്കാം. നമ്മൾ സ്പ്രേ ചെയ്ത ഹെൽമെറ്റാണ്. ഞാൻ ഹെൽമെറ്റ് എടുത്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പഴയ ഒരു ഹെൽമെറ്റായിരുന്നു. ഒരു 2-3 വർഷം പഴക്കമുള്ള ഹെൽമെറ്റാണ്. ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് ഈ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള ഇതുപോലത്തെ ഹെൽമെറ്റ് നിങ്ങൾക്ക് ഇതുപോലെ ആക്കി എടുക്കാവുന്നതാണ്. ഈ ഹെൽമെറ്റ് ഒരു പുതിയ ഹെൽമെറ്റ് പോലെ തന്നെ ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പഴയ ഹെൽമെറ്റൊക്കെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള സ്പ്രേ പെയിൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ അത് ഒരു പുതിയ ഹെൽമെറ്റിൻ്റെ ഒരു പുതിയ മോഡൽ ഹെൽമെറ്റാക്കി തന്നെ, ഫുൾ ബ്ലാക്ക് ഹെൽമെറ്റാക്കി തന്നെ എടുക്കാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാം. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ രാകേഷ്. Subscribe now and press the bell icon. Never miss an update.